ലോസ് ഏഞ്ചലസ് തീ. നിങ്ങൾ ആ വാർത്തയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലായിട്ട് അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. അതായത് കാലിഫോർണിയയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയൊരു തീപിടുത്തമാണ്. ഇതിപ്പോഴും അതിൻ്റെ കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് 50 കിലോമീറ്റർ വേഗതയിൽ. അതായത് പസഫിക്കിൻ്റെ പാലിസൈഡ് അവിടെയുള്ള തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ കൂടെ ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഭീതിജനകമായ രീതിയിലാണ് ആ സിറ്റി, അതായത് ഈ പാലിസൈഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് ഇതൊക്കെ. അവിടെ ഉണ്ടായിരിക്കുന്നത് റിച്ച് വെൽത്തി ആയിട്ടുള്ള അമേരിക്കൻസാണ് ഏറ്റവും കൂടുതൽ. അവരുടെ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാം. കാരണം ഈ ലോസ് ഏഞ്ചലസ്, ഈ കാലിഫോർണിയ സൈഡിൽ ഈ വലിയ തണുപ്പില്ല. കാരണം ഈ ന്യൂയോർക്ക് മറ്റുള്ള ഭാഗത്ത് ഇപ്പോൾ ഐസ് വീഴുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു 19-20 ഡിഗ്രിയാണ്. അപ്പം തണുപ്പ് അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ന്യൂയോർക്ക് സൈഡിലും മറ്റുള്ള അവർക്ക് ഒരു സെക്കൻഡ് ഹോം കൂടിയാണ്. അതായത് ധനവാന്മാരായ അമേരിക്കൻസിൻ്റെ സെക്കൻഡ് ഹോം കൂടിയാണിത്. ഏകദേശം 18-19 ക്രൈസ്തവ പള്ളികളാണ് കത്തി നശിച്ചത്. ഇതിൻ്റെ ഓരോ കണക്കുകൾ വരികയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മരണം ഏകദേശം 50-60 വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 16 പേരാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ ഡെഡ് ബോഡി എടുത്തു, കാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മെക്സിക്കോയും കാനഡയും അവർ ഈ പറയുന്ന ഫയർ ഫൈറ്റേഴ്സും അതേപോലെ ഹെലികോപ്റ്ററും ഈ സംഭവങ്ങളുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവരും ഇതിൻ്റെ പ്രയത്നത്തിലാണ്. ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അന്വേഷണം നടത്തുകയാണ് അമേരിക്കൻ ഗവൺമെൻറ്. അതായത് ഇതേപോലെ ഒരു കാറ്റും ഫയറും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുന്നത്? ഉറപ്പായിട്ട് അമേരിക്ക ഇതിന് വെൽ സൊല്യൂഷനും റിസൾട്ടും കൊണ്ടുവരും. അതാണ് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതായത് ഇങ്ങനൊരു തീ പിടിക്കുന്നു, അതായത് മൗണ്ടനിലും ആ ഭാഗത്ത് അതേപോലെ കാറ്റടിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഫയർ ഫൈറ്റ് ചെയ്യുന്നത്? ഇപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ 100% നിങ്ങൾ കണ്ടോണം. 1-1.5 വർഷത്തിനുള്ള അമേരിക്ക അത് കൊണ്ടുവരും. അതവർ ശരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ രാജ്യം എവിടെയും തോൽക്കാത്ത രാജ്യമായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ഒരു സംഭവം ഉണ്ടായത് ഓവർകം ചെയ്തു, അത് ഫയർ ഫൈറ്റ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും. ഇനി മറ്റൊരു സംഭവത്തിലേക്ക് കടക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും എന്നെ ഞെട്ടിച്ചൊരു സംഭവമുണ്ട്. അതായത് നേരത്തെ അമേരിക്കയിൽ ഇതേപോലെ ഭൂകമ്പവും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത്, തീ ഉണ്ടായ സമയത്ത്, അന്ന് ഇറാനിയൻ ആധ്യാത്മിക നേതാവ് അയത്തുള്ള ഖുമൈനി, അദ്ദേഹം ഇത് ദൈവ കോപമാണ്, ദൈവം തന്ന ശിക്ഷയാണ്, അള്ളാഹ് തന്ന ശിക്ഷയാണ് അമേരിക്കയ്ക്ക് എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. വെള്ളിയാഴ്ച ശർമ്മയിൽ അയാൾ പ്രസംഗിച്ചു. ആ ഒരു ഇറാൻ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോഴത്തെ ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അമേരിക്കയ്ക്ക് ഏത് രീതിയിലുള്ള സഹായം ചെയ്യുവാൻ ഞങ്ങളുടെ ഫയർ ഫൈറ്റേഴ്സ് തയ്യാറാണ്, ഞങ്ങളുടെ എക്സ്പേർട്ടുകൾ തയ്യാറാണ്, ഞങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഫയർ ഫൈറ്റിങ്ങിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അതായത് ഇറാനിലുണ്ടായ മാറ്റമാണിത് പറയുന്നത്. അപ്പം ഇപ്പോൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പോഴത്തെ അലി ഖമേനി ഉണ്ട്, കാരണം അയാൾ ഒതുക്കി മൂലക്കിരുത്തി. മസൂദ് പെഷഷ്കാൻ വന്നു, അയാളുടെ ക്യാബിനറ്റിലുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അതായത് ഇറാൻ പൂർണ്ണമായിട്ടും അമേരിക്കയിൽ നടന്ന സംഭവത്തെ അത് ദുഃഖം അവർ രേഖപ്പെടുത്തി. അതിനുശേഷം ഏത് രീതിയിലുള്ള സഹായമാണ് ഫയർ ഫൈറ്റിങ്ങിന് അമേരിക്കയ്ക്ക് വേണ്ടത് അത് കൊടുക്കാൻ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തയ്യാറാണ്. ഇതാണ് മാറ്റം. പക്ഷെ കേരളത്തിലെ കാക്കക്കുഞ്ഞുങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് പറയുന്നത്? ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഗാസയിലുണ്ടാകുന്നതിന് ദൈവം അള്ളാഹ് കൊടുത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ആ വീഡിയോയുടെ താഴെയൊക്കെ വന്ന ആൾക്കാരൊക്കെ വളരെ സന്തോഷിച്ചങ്ങ് അർമാദിക്കുകയാണ്. അതായത് ഒരു ട്രാജഡിയാണ്. ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാം, ഉത്തരം തരണം.
ഈ ഇറാനിലൊക്കെ ഭൂകമ്പവും അഫ്ഗാനിസ്ഥാനൊക്കെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എത്ര ആൾക്കാരെ മരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ അമേരിക്കയിലാകെ മരിച്ചേക്കുന്ന 16 പേരേ ഉള്ളൂ. അവർക്ക് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല, അവരത് ഓവർകം ചെയ്യുന്ന രാജ്യമാണ്. അവർക്ക് ഇൻഷുറൻസിൻ്റെ അകത്ത് പ്രശ്നമുണ്ടാകാതെ ഫെഡറൽ ഗവൺമെൻറ് സഹായിക്കും. കാരണം അവൻ്റെ അടിസ്ഥാനമുണ്ട്, സാമ്പത്തിക അടിസ്ഥാനമുണ്ട്. ഇന്നും ഇറാനിൽ നേരത്തെ നടന്ന ഭൂകമ്പം, അതിൽ നിന്നും പല വില്ലേജുകൾ ഇന്നും തിരിച്ചു വന്നിട്ടില്ല, എത്രയോ വർഷം മുമ്പ്. കാരണം അവർക്ക് അതിനുള്ള മാൻ പവറും ആ രാജ്യത്തിന് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതാ കാരണം. ഇനി അതൊക്കെ പോട്ടെ, സുഡാപ്പികളുടെ ഏറ്റവും താല്പര്യം എർദോഗാൻ 2 വർഷം മുമ്പാണ് തുർക്കിയിൽ നടന്നത് ഭൂകമ്പം. എത്ര പേരാ മരിച്ചതെന്ന് അറിയാം? 1.5 ലക്ഷം പേരാ മരിച്ചത്. എത്ര പേർക്കാണ് വീടില്ലാതായത്? 4.5 ലക്ഷം പേർക്ക്. ഇന്നും ആ സിറ്റി ശരിയായ, ഞാൻ പറയുന്നത് നിങ്ങൾ പോയി നോക്കി, ഇന്നും ആ സിറ്റി ശരി. ഇന്നും അവർക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയാണ് സഹായം വന്നത്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യൻ പട്ടാളം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവിടെ പോയി സഹായിച്ചു. കാരണം അവർക്കറിയത്തില്ല, കാരണം അവർ ഈ നായകളെ ഒന്നും വളർത്തുന്നവരല്ല. അവർ പറഞ്ഞ നായ്ക്കളെയും കൊണ്ടുപോകാം, കാരണം മനുഷ്യന് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് മണത്തറിയാൻ നായ്ക്കളെ പറ്റത്തുള്ളൂ. അന്ന് മുതൽ ടർക്കിയിൽ നായ്ക്കളെ, കാരണം നായ്ക്കളൊക്കെ ഭയങ്കരമായിട്ട് ഹറാമാണ്. ഞാൻ പറയുന്നത് സ്നിപ്പർ ഡോഗിൻ്റെ കാര്യമാണ്. അതേപോലെ മെഡിസിൻ എത്തിച്ചു, മാൻ പവർ എത്തിച്ചു, ടൂൾസ് എത്തിച്ചു. അമേരിക്ക വന്നു, മറ്റുള്ള രാജ്യങ്ങൾ വന്നു. എന്തിനാ ഈ കാരണം? ഇതേപോലെ പ്രകൃതി ദുരന്തം എവിടെയും ഉണ്ടാകും. അതിന് ലോകം ഒരുമിച്ചാൽ നിൽക്കും. ഈ ഗാസയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത്, ഗാസയിൽ ഈ പറയുന്ന ഇസ്രായേലിൽ ഭീകരന്മാരെ അറ്റാക്ക് ചെയ്തു. അതിന് അമേരിക്ക സഹായിച്ച്, ലോകത്തെ രാജ്യങ്ങൾ സഹായിച്ച്, ഇന്ത്യ ഉൾപ്പെടെ ബോംബ് കൊടുത്തു. അതായത് ഗാസയുടെ മുകളിൽ ബോംബിടാൻ. അതായത് അവിടെ സിവിലിയൻസിനെ കൊല്ലാനല്ല പറഞ്ഞത്, അവിടെ ഭീകരന്മാരെ തുരത്തണം. ഇതായിരുന്നു ഡിമാൻഡ്. ലോകത്തെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു. അതുമായിട്ട് ഗാസയുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ആരും ചോദിക്കട്ടെ, ഈ പറയുന്ന സന്തോഷവാന്മാരായ കാക്ക കുഞ്ഞുങ്ങളോട്. അതായത് ഈ വയനാട്ടിൽ ദുരന്തമുണ്ടായി, ഏറ്റവും കൂടുതൽ മരിച്ചവരുടെ കണക്ക് നിങ്ങൾ നോക്കുക, ഏത് വിഭാഗക്കാരാണ്? അതിൻ്റെ അകത്ത് ഇന്ന വിഭാഗക്കാരാണെന്ന് പറഞ്ഞ് കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവർ മാറി തന്നു. ഇന്ത്യൻ ഡിഫൻസ് ഉൾപ്പെടെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് അത് റീഹാബിലിറ്റേഷനും ഓപ്പറേഷൻ നടത്തിയത്. അതിനകത്ത് മാറ്റി നിന്നു. ഇതാണ് നിനക്ക് ബോധമില്ലെന്ന് പറയുന്നത്. ബോധം എന്നൊരു സാധനം നിനക്കില്ലേ. അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ കിടക്കുന്നത്. ഈ പറയുന്ന ഏറ്റവും ഡൗൺ റോഡായിട്ട് ഇപ്പോഴും കിടക്കുന്നതിൻ്റെ കാര്യമാണ്. ഇനി കേരളത്തിലെ കോവിഡിൻ്റെ കണക്കെടുക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് എവിടെ? നിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. കാരണം എന്തുവാ? നിനക്ക് വൃത്തിയില്ല, നീ പറയുന്ന രീതിയിലൊന്നുമല്ല ജീവിക്കുന്നത്. ഇനി ഇന്ത്യയിൽ കോവിഡിൻ്റെ കണക്കെടുക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച ആരാ? ഇവിടെ നിൻ്റെ ആൾക്കാരാണ് മരിച്ചത്. എൻ്റെ കാര്യം എന്തുവാ? നിൻ്റെ ലൈഫ് സ്റ്റൈൽ അതാ. കാരണം നിനക്ക് പറഞ്ഞാൽ ബോധം വരത്തില്ല, കാരണം നീ സയൻസിനെ വിശ്വസിക്കുന്നില്ല. കാലിൽ കൂടാണ് കൊറോണ വരുന്നത്, കയ്യിൽ കൂടാണ് കൊറോണ വരുന്നത്, മറ്റേ ആസനത്തിൽ കൂടാണ് കൊറോണ വരുന്നതൊക്കെ പറഞ്ഞ് നിൻ്റെ ഉസ്താദുമാർ. അതായത് ബോധമില്ലാത്തവൻ്റെ ബോധമാണ് നീ. അതുകൊണ്ടാണ് നീ ഇതൊക്കെ ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മാറണമെന്നുണ്ടെങ്കിൽ നിനക്ക് മാറാൻ പറ്റാത്തതിന് കാരണം ഇതെല്ലാം ഈ പറയുന്ന താഴേക്കിടയുള്ളവനാണ്. ഇത് ബോധം വെക്കണമെങ്കിൽ പഠിക്കണം. അത് മദ്രസയിൽ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് അമേരിക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യമൊന്നുമല്ല, എൻ്റെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ പോലും യുദ്ധം ചെയ്യുന്നവരാണ് കേരളത്തിലുള്ളവർ. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഈ ലാത്തൂർ, അതായത് മഹാരാഷ്ട്ര ഭൂകമ്പം, ഞാൻ നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പോയി കണ്ടു കഴിഞ്ഞിട്ട്, അതേപോലെ ഒരു ഭുജ്, ഗുജറാത്തിൽ പാകിസ്ഥാൻ്റെ ബോർഡറാണ്, വലിയ ധനികന്മാരായ ഗുജറാത്തികൾ താമസിക്കുന്ന, ഇവിടെയൊക്കെ പോയി കണ്ടു ഞാൻ തന്നെ ആലോചിച്ചു, ഇതെങ്ങനെ തിരിച്ചു വരും? റോഡുകളില്ല, പാലങ്ങളില്ല, വീടുകളെല്ലാം പൊളിഞ്ഞുപോയി, മനുഷ്യ ശരീരമെല്ലാം അകത്ത്. അത് അവിടെ പോയി 3-4 ദിവസം ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ഇത് കണ്ടിട്ട്. അവിടുന്ന് ആ പറയുന്ന ഭുജും ഈ ലത്തൂരും ഒക്കെ കറക്റ്റ് 1 വർഷം കഴിയുമ്പോൾ തിരിച്ചു വന്നു. ഇന്ന് നിൻ്റെ ഈ പറയുന്ന തുർക്കിയുടെ ഉർദുഗാൻ്റെ ടർക്കി തിരിച്ചു വന്നിട്ട്. അതാ ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റിയും അമേരിക്കയെ പറ്റിയും പറയുന്നത്. അത് കാരണം നമുക്ക് ആ സിസ്റ്റം ഉണ്ട്, നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ സംഭവം, അതായത് ഈ വയനാട് പോലുള്ള ദുരന്തം ഇത് പാകിസ്ഥാനിൽ നടക്കുക.
ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം അവന് ആ സാധനമില്ല. കാരണം അവൻ്റെ തലയ്ക്കകത്ത് ബോധമുള്ളത് മതം മാത്രമേ ഉള്ളൂ. അവന് ഈ ഓപ്പറേഷൻ സ്റ്റൈലും പരിപാടികളൊന്നുമില്ല. ഇതും ആദ്യം അങ്ങ് മനസ്സിലാക്കുക. അതായത് ഇനിയും പറയുന്നത് ഈ പ്രകൃതി ദുരന്തം എവിടെയും വരാം. ഇത് മലപ്പുറത്തും വരാം, തിരുവനന്തപുരത്തും ഞാനിരിക്കുന്നത് ഡൽഹിയിലും വരാം, എവിടെയും വരാം. ഇതൊക്കെ സ്വാഭാവികമാണ്. പല കാരണങ്ങളുണ്ട്, പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ സുനാമി എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ ആദ്യമായിട്ട് വന്നപ്പോഴും ആൾക്കാർ കണ്ട് എന്തോ ഈ സുനാമി, കാരണം അതിന് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അതിനുശേഷം ഏർലി വാർണിംഗ് സിസ്റ്റങ്ങളൊക്കെ വന്നു. അപ്പം അതേപോലെ അമേരിക്കയിൽ ഈ കാറ്റും തീ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി. കാര്യം കറക്റ്റാണ്. അവിടുത്തെ ഈ പറയുന്ന ഫയർ ഫൈറ്റേഴ്സിനും കാലിഫോർണിയ സ്റ്റേറ്റിനും ഇത് ശരിക്കുമായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അത് സത്യമാണ്, ഇതൊക്കെ സത്യമായി പറയുന്നത്. പക്ഷേ അതോടുകൂടി ഈ അമേരിക്ക എന്ന് പറഞ്ഞ വലിയ രാജ്യത്തിൻ്റെ ഒരു സംഭവം മാത്രമേ കാലിഫോർണിയ സ്റ്റേറ്റ് ഒക്കെ പ്രധാനപ്പെട്ട. പക്ഷെ അതിൽ ഒരു സിറ്റി മാത്രമാണ് ഈ പറയുന്ന ലോസ് ഏഞ്ചലസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത കാലിഫോർണിയ സിറ്റിയിൽ കാലിഫോർണിയ സ്റ്റേറ്റിലെ അടുത്ത സിറ്റിയാണ് സാൻ ഫ്രാൻസിസ്കോ. ഇത് അമേരിക്കയിൽ ഈ പറയുന്ന വൈൽഡ് ഫയർ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അതിനെ അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അറിയാം. പക്ഷേ ഈ രീതിയിലുള്ള സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതാണ് റിയാലിറ്റി. അത് ചില സന്ദർഭം സുനാമി നമ്മൾ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വരുമെന്ന്. ഈ ചില സംഭവം, ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കൺട്രോളിൽ ഒന്നും അല്ല. ആരെങ്കിലും മുണ്ടകയിലും മറ്റേ ചൂരൽ മലയും താമസിച്ച് വിചാരിച്ചു ഇത്രയും വലിയ കല്ലുകൾ ഉരുണ്ടു വരുമെന്ന്? ഇത് റിയാലിറ്റിയാണ്. അവിടെ ചെന്ന് അവിടെ എല്ലാ രീതിയിലുള്ള സഹായം ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും മതവും ജാതിയും ഒന്നും നോക്കാതെ, അതാണ് നമ്മുടെ ഒരു സഹവർത്തിത്വ സമാധാനത്തോടെ ജീവിക്കുന്ന സമൂഹം അന്യോന്യം സഹായിക്കുക. അതിൻ്റെ ഒരാൾ പോലും ഇമോജി ഇട്ടില്ല. എന്താ ഇടാത്തത്? കാരണം കൊല്ലപ്പെട്ടതും മരിച്ചതും മനുഷ്യരാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ മദ്രസ പൊട്ടന്മാർക്കില്ല എങ്കിൽ ഞാൻ മറ്റുള്ള പല ആൾക്കാരോടും പറയുക, നിങ്ങളിവരെ മനസ്സിലായിക്കോണം. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഇഷ്യൂ പോകുന്നത്. കാരണം ഇവരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ആ രീതിയിൽ പോകുമ്പോഴും നമ്മളും അതേ രീതിയിൽ ഇവരോട് റിയാക്ട് ചെയ്തോണം. റിയാക്ട് ചെയ്താൽ മാത്രമേ ഇവന്മാർ പാഠം പഠിക്കത്തുള്ളൂ. ഇവരെവിടെയെങ്കിലും കൂടി വിളിച്ചു പോകാൻ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കും. അതോടുകൂടി ലോകത്തെല്ലായിടത്തും നീ ഒറ്റപ്പെടും. ഇതാണ് ഓരോ ഇൻസിഡൻറ്റും കഴിയുമ്പോൾ ലോകത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭീകരന്മാരെ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയത്. അതിന് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഈ മതഭ്രാന്തന്മാരാണ്. മനസ്സിലാക്കുക, നീ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയെ ജീവിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള പോക്ക് പറ്റില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും മനസ്സിലാക്കണം, ഈ ഒരു കൂട്ടരെ ഒതുക്കാൻ മോദിക്കേ കഴിയും. അത് നിങ്ങളുടെ തലയ്ക്കകത്ത് ഇടുക. കാരണം ദുരന്തത്തിൽ സന്തോഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം ഈ ഭാഗം മാത്രം, ഈ സ്റ്റേറ്റ് മാത്രമാണ്. ഇതിനെതിരെ നമ്മൾ ഈ പറയുന്ന മൗനമായിട്ടിരിക്കരുത്. ഇതിനെതിരെ പറയുന്ന, ഇതിനനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റേ കൂർലോസ് എന്ന് പറഞ്ഞ മെത്രാനും, ഇത് ഭയങ്കര സംഭവമാണെന്ന് പറയുക യാക്കോബോസ് കൂർലോസ് മെത്രാനും, ഓർത്തഡോക്സ് സഭയുടെ ജൂലിയോസ് മിലിറ്റിയോസ് എന്ന് പറഞ്ഞ മെത്രാനും, അവർക്കും തലയ്ക്ക് ബോധം വരട്ടെ എന്താണ് ഈ സംഭവിച്ചത്. കാരണം അവർ പറയുന്നതിൽ വലിയ സംഭവമാണ്, ഇവർ മാടയാണ് കോടയാണെന്ന്. ഇവന്മാർക്കും പിടികെട്ടിട്ട് എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് കേരളത്തിലുള്ള ആൾക്കാരും വളരെ സംശയത്തോടെ ഇവരെ നോക്കിക്കാണാവൂ. ഇവരെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്.